ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ നല്ല തിമിർത്ത് പെയ്യുന്നതാണ്. നല്ല വീടിൻ്റെ മുറ്റമെല്ലാം കണ്ടാൽ നിങ്ങൾ പുഴ പോലെയുണ്ട്. അപ്പോൾ നമ്മളെ കർക്കിടക മാസം തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ കർക്കിടകം ആയതുകൊണ്ട് തന്നെ കർക്കിടക മരുന്നിൻ്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതല്ല, നമ്മളെ നാട്ടിലെ വായനശാലയിലെ കുറേ ആൾക്കാർ കൂടി ഉണ്ടാക്കുന്നതാണ് കർക്കിടക മരുന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ ഇത് കണ്ട സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ആ മരുന്നിൻ്റെ ലിസ്റ്റ്. വലിയൊരു നീണ്ട ലിസ്റ്റാണ്. നല്ല എന്താ പറയണ്ടേ, എല്ലാ ഔഷധ ഗുണങ്ങളും കൂടിയ മരുന്നാണ് നമ്മളെ കർക്കിടക മരുന്ന്. അപ്പോൾ എള്ള്, മല്ലി, ഉലുവ, ഉഴുന്ന് പരിപ്പ്, ഗോതമ്പ്, കടലപ്പരിപ്പ്, തേറ്റാങ്കുരു എന്നാന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ലിസ്റ്റിൽ കാണുന്നത്. പിന്നെ കടുക്ക, ജീരകം, ആശാളി, ചതുപ്പ, മഞ്ഞൾ, ബദാം, കുറേ എല്ലാം എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, എന്തെല്ലോ പേരുകളാണ്. എള്ളെണ്ണ, നെയ്യ് കേട്ടോ, നെയ്യ്, അയമോദകം, അമുക്കുരം, കരിഞ്ജീരകം, കാട്ടുജീരകം, ചുക്ക്, നെല്ലിക്ക, കൽക്കണ്ടം, മുന്തിരി, നായ്ക്കുർണപ്പരിപ്പ്, കൂവപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, വെല്ലം, തേങ്ങ. അങ്ങനെ എന്നാ പറയണ്ടേ, നല്ല ഔഷധ ഗുണങ്ങൾ, ഒരുപാട് വിറ്റാമിൻസ് ഉള്ള നല്ല ആയുർവേദ മരുന്നുകൾ ചേർന്ന നല്ലൊരു ഔഷധമാണ് നമ്മളെ ഈ കർക്കിടക മരുന്ന്. പിന്നെ നമ്മൾ ഈ പ്രസവ ശുശ്രൂഷക്കും എല്ലാം പ്രസവിച്ച് കഴിഞ്ഞാൽ 40 ദിവസമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ് കഴിഞ്ഞാലെല്ലാം നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കലുണ്ട്. ഞാനെല്ലാം കുറേ ഇത് കഴിച്ചിന്. പക്ഷേങ്കിൽ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് കുറേ ആളെ സഹായം എന്തായാലും വേണം. അപ്പോൾ വീട്ടിലെല്ലാം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഇതുപോലെ വായനശാലകളിലും അങ്ങനെയെല്ലാം ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കേണ്ട ആ ബുദ്ധിമുട്ടും ഉണ്ട് അങ്ങനെ വാങ്ങിയിട്ട് കഴിക്കുന്നതെന്ന്. പക്ഷേങ്കിൽ ഇങ്ങനെ ഇവർ വായനശാലകളിലെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാ മരുന്നുകളും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളെല്ലാം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ നമ്മളെ നടുവേദനക്കും എല്ലാം ഉള്ള, കൂടുതലും കർക്കിടക മാസത്തിലാണ് എല്ലാവരും ഈ മരുന്ന് വാങ്ങി കഴിക്കുക. അപ്പോൾ നമ്മളെ വായനശാലയിൽ ഉണ്ടാക്കി ഒരുവിധം എല്ലാവരും വാങ്ങി. ഇത് 2ാമത്തെ പ്രാവശ്യമായിട്ടാണ് നമ്മളെ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും വാങ്ങുന്നുണ്ട്, നല്ല വിൽപ്പനയാണ്. അപ്പോൾ അങ്ങനെ ഇവരെ ടീം അംഗങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് വിശേഷങ്ങൾ പറിച്ചിട്ട് എല്ലായിട്ടും ഒരു ദിവസം നല്ലൊരു രസമാണ്. അപ്പോൾ ഇതിപ്പം തേങ്ങാപ്പാലിൽ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൽ ഈ പൊടികളെല്ലാം കുറച്ചെല്ലാം അരക്കേണ്ടതുണ്ട്, കുറച്ച് പൊടിച്ചിട്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ തേങ്ങാപ്പാലിലാണ് ഇത് നല്ലോണം കലക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ മരുന്ന് കലക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാൽ നമ്മൾ ഈ പ്രഥമനെല്ലാം ആക്കുമ്പോൾ തന്നെ മുൻപാലെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലിലാണ് ഈ പൊടികളും ഈ മരുന്നുകൾ തേച്ചും കലക്കി, ആദ്യം നന്നായി കലക്കി മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് അടുപ്പത്ത് വെക്കുകയുള്ളൂ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കും. ഈ ഇളക്കാനാണ് ഈ ആൾ വേണ്ടത്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാം, നമ്മളെ നാട്ടുപുറത്തുള്ളവർക്കെല്ലാം അറിയാം. പക്ഷേ കുറച്ച് പേർക്ക് അറിയാത്തതും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളിത് തേങ്ങാപ്പാലിൽ മിക്സ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൈ കൊണ്ട് തന്നെ കട്ട നന്നായിട്ട് ഉടച്ച് ഒരു പൊടി പോലും ഇല്ലാണ്ട്, നമ്മൾ പാലിൽ പൊടിയല്ലേ സംഭവം, അത് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും കട്ടയുണ്ടല്ലോ, അതുപോലെ ഒരു കട്ട പോലും ഇല്ലാന്ന് അങ്ങനെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ. തീ ഒരു മീഡിയത്തിൽ എപ്പം തീ ഉണ്ടാവണം. അതായത് ആളി കത്തിച്ചാൽ വേഗാണ്ട് വേഗം ഇതാവുക ചെയ്യുക. അപ്പോൾ ഒരു മീഡിയത്തിൽ നന്നായിട്ട് വെന്ത് വരണം. അതിനകത്ത് തീ എപ്പം നല്ല കനലോട് കൂടിയ തീ തന്നെ ഉണ്ടാവണം. ഇവർ ഈ മരുന്നുണ്ടാക്കലും ഗിസ പറയലും മാത്രമല്ല, ഒരു ഭാഗത്തതാ നല്ല കപ്പയും ഇറച്ചിയെല്ലാം തിന്നുന്നുണ്ട്. അപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ഭക്ഷണം ആക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് കപ്പയും ചിക്കനെല്ലാം ആക്കി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത്രയ്ക്ക് അധ്വാനമുണ്ട്. ഓരോരുത്തർ മാറി എത്ര മണിക്കൂർ, 5-8 മണിക്കൂറോളം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലേ ഇതൊന്നും ആയി വരുള്ളൂ. ശ്രീയായിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നില്ലേ, അതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടാ. അപ്പോൾ മരുന്നുണ്ടാക്കാൻ പോയതാണ്. അന്നേരം പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മരുന്നെല്ലാം ഉണ്ടാക്കുന്നതല്ല, എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അഭിപ്രായത്തിൽ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ക്ലാരിറ്റീൻ്റെ കുറവെല്ലാം ഉണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ലൈറ്റും വെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല, രാത്രിയല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ അവർ വീഡിയോ എടുത്ത് തന്നതാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാം. അപ്പം മരുന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാന്നേ.
അപ്പോൾ നമ്മൾ മരുന്നുകൾ ഒരു 4-5 മണിക്കൂറോളം ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുക. നമ്മളിപ്പോൾ ഈ പായസമെല്ലാം നമ്മൾ അങ്ങനെ തന്നെയല്ലേ, അത് വെന്ത് കഴിഞ്ഞാലല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെയാണ് ഈ മരുന്നും. അപ്പോൾ ഇളക്കി ഒരു 4-5 മണിക്കൂറോളം ഇങ്ങനെ ഇളക്കി അതൊന്ന് വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കൈ വിടുകേ ചെയ്യരുത്. ഇത് മരുന്ന് അടുപ്പത്ത് വെച്ചത് തൊട്ട് ഈ മരുന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുന്നത് വരെ കൈ വിടാണ്ട് ഇളക്കിക്കൊള്ളുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് മരുന്ന് നന്നായിട്ട് കുറുകി വന്ന് മരുന്നിൻ്റെ ആ കളറ് തന്നെ മാറി വന്നൊരു കറുപ്പ് കളറായി. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ആദ്യം എടുത്തു വെച്ച മുമ്പാലില്ലേ അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ആ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓരോ സംഭവം ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് മരുന്നൊന്നും ഇളക്കി ഒന്ന് സെറ്റായി കഴിഞ്ഞ് നമ്മളിത് മരുന്നിൻ്റെ ഏകദേശം നമ്മൾ വാങ്ങി വെക്കുന്നതിൻ്റെ ആ പാകം കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ പച്ചെണ്ണയും നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചെണ്ണയാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നതിന് കൂടുതലും എടുക്കുക. കാരണം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം മരുന്ന് മോശമായി പോകും. അതുകൊണ്ട് പച്ചെണ്ണ തന്നെയാണ് നമ്മൾ കർക്കിടക മരുന്നിന് ഉപയോഗിക്കൽ. മരുന്നിപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഇളക്കലിൻ്റെ ശക്തിയും അതുപോലെ കൂട്ടിയിട്ടില്ലെങ്കിൽ മരുന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ മരുന്നുകളെല്ലാം ഒന്ന് സെറ്റായില്ലേ, അപ്പോൾ അതെല്ലാം നമ്മളെ തേങ്ങാപ്പാലിൻ്റെ അതെല്ലാം വറ്റി വരുമ്പോൾ മരുന്നൊന്ന് ടൈറ്റായി. അപ്പോൾ അതേപോലെ സ്പീഡിൽ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതാ നമ്മൾ 8 മണിക്കൂറോളം ഉള്ള ഇവരെ പരിശ്രമം എന്ന് പറയാം. അതിനുശേഷം ഇതാ നമ്മളെ കർക്കിടക മരുന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറയാനുള്ളത്, ഈ മരുന്നിൻ്റെ ആവൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് അധികം നാൾ നമുക്ക് വെക്കാൻ പറ്റില്ല, വേഗം പൂപ്പൽ വന്നു പോകും. അത് അഥവാ ഇനി അത് നല്ലോണം ആകൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിന്നാനും പറ്റില്ല, ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ അതേ കറക്റ്റ് അളവിൽ തന്നെ നോക്കി ഇറക്കി വെക്കണം. അപ്പോൾ മരുന്ന് വാങ്ങി വെച്ച് കേട്ടോ, വാങ്ങി വെച്ചെടുക്കുന്നതും നന്നായിട്ട് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇളക്കി ഇങ്ങനെ മറിച്ചിടുക ചെയ്യുക. അടിക്ക് വാങ്ങി വെച്ചെടുക്കുന്നതും ചില സമയം ആ ചൂട് കൊണ്ട് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മരുന്ന് എടുത്തിട്ട് ആരും എറിയും പോലെ തോന്നുന്നുണ്ടല്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്ന് പാകമായോ എന്ന് അറിയാനുള്ള ഒരു ചെറിയൊരു ടെസ്റ്റാണ്. അപ്പോൾ ഈ മരുന്നിൻ്റെ അന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ചുമരിലേക്കൊന്ന് എറിയുക. അപ്പോൾ ചുമരിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് പാകമായിട്ടില്ല. അത് ചുമരിൽ തട്ടിയിട്ട് താഴേക്ക് വീഴുവാണെങ്കിൽ മരുന്ന് കറക്റ്റ് പാകത്തിനായി എന്നർത്ഥം. അതാണ് അങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മരുന്ന് ഉരുളിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ വെള്ളമൊന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ നന്നായി തണിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് പാക്കറ്റിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് ആ അളവ് അനുസരിച്ച് ഓരോ പാക്കറ്റിലാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുക ചെയ്തത്. വേഗം തന്നെ അത് വിറ്റ് തീർന്നിന്. അപ്പോൾ നമ്മൾ ഇനിയും ആക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ബൈ.